ഹലോ ഗൈസ്, എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ എൻ്റെ PM ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, അല്ലെങ്കിൽ മെസ്സഞ്ചർ ആവട്ടെ, എല്ലാ തേങ്ങാക്കൊലയിലും പോയി നോക്കിയാലും ചങ്കാണ്, കരളാണ്, സപ്പോർട്ടാണ്, ആനയാണ്, ചേനയാണ്, കുതിരയാണ്. നിന്നെയൊന്നും ഒറ്റ കമൻറ്റ്. നമസ്കാരം. ഇത്രയും നാളും വിവാദ നായിക പദവിയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ടിരുന്നത് രേണുസുധിയാണ്. എന്നാൽ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് രേണുസുധിയുടെ ആ ഒരു പൊസിഷന് ചെറുതായിട്ടൊന്ന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പദവിയിലേക്ക് വാശിയേറിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആശയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബിഗ് ബോസിന് മുമ്പ് ഇതുപോലുള്ള പല മത്സരങ്ങളും ഒരുപാട് റൂമേഴ്സും വിവാദങ്ങളും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടി വരും. ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോഴും ഉണ്ടാകും, ബിഗ് ബോസ് ഒടുങ്ങി കഴിയുമ്പോഴും ഉണ്ടാകും. കുറച്ച് നാളത്തേന് ഇനി വിവാദങ്ങളുടെ സീസൺ ആയിരിക്കും. അപ്പൊ ആദ്യം ആ വിവാദങ്ങൾ തിരികൊളുത്തിക്കൊണ്ടിരുന്നത് രേണുസുധിയായിരുന്നു. ഇപ്പോൾ ആ വിവാദങ്ങൾ തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്നത് ജാസിയാണ്. അപ്പൊ ജാസി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റൂമേഴ്സും വിവാദങ്ങളും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ കഴിഞ്ഞ ദിവസം ജാസിയുടെ പാർട്ട്ണർ ആയിട്ടുള്ള ആശയുടെ ഉമ്മയുടെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ട് കാണും. ആ വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടത് ഞാൻ ആദ്യം കാണിച്ച ഒരു പുള്ളിക്കാരിയാണ്, നന്ദിനി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ്. മൊത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി, ചീത്തവിളി, ന്യായീകരണവും വഴക്കും ഒക്കെയാണ്. അപ്പൊ ഏതായാലും ഉമ്മയുടെ വോയിസ് റെക്കോർഡ് പുറത്തിറങ്ങിയതോട് കൂടിയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. കാരണം ഇപ്പം മുഴുവൻ ഫാമിലി ഹിസ്റ്ററിയും എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിരത്തുകയാണ്. എല്ലാ ആൾക്കാരും ഇപ്പം ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ്. പരസ്പരം ഉമ്മയും ബാപ്പയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, മക്കളും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുക, അങ്ങനെ മൊത്തത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള തമ്മിൽ തല്ല് സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടി നന്നായിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. നേരത്തെ അവിഹിതമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലി ഹിസ്റ്ററിയാണ് വൈറലാകാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. അപ്പൊ ഏതായാലും ഉമ്മയുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നതോട് കൂടിയിട്ട് അവർ ന്യായീകരണവുമായിട്ട് എത്തിയിട്ടുണ്ട്. ജാസിയും ആശിയും വലിയൊരു ലോങ് വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിനകത്ത് ഫുള്ള് ന്യായീകരിക്കുകയാണ്. പക്ഷെ അവര് ഉമ്മയെ അങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല. ഉമ്മയെ കുറ്റം പറയാതെയാണ് അവർ സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ജാസിയും ആശിയും ഉമ്മയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉമ്മയെ ഒരു രീതിയിലും കുറ്റം പറയാതെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആശയുടെ ഉമ്മയുടെ വോയിസ് റെക്കോർഡിനെ കുറിച്ചിട്ട് ഞാൻ കേൾപ്പിച്ചിരുന്നു. ആ വീഡിയോയിൽ കേൾപ്പിക്കാത്ത കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 റുപ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 റുപ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാർ പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണേ? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടായിക്കോട്ടെ, എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടുത്തെ ഓരോന്നിനും ചൂലും കെട്ടോണ്ടായിരിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനാ കേട്ടണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്, ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ അടുത്തൊന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പെണ്ണല്ല കെട്ടവൻ. എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ആ മെസ്സേജ് ആവുമ്പോ അപ്പൊ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്കും. എന്തുകൊണ്ട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വൈരം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊയിലേരത്തും കൊല്ലക്കാട്ടുമില്ല. പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി ഇത് കരയാത്ത ദിവസമല്ല. എന്റെ വേദന എവിടെ പോലും. ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണം. ഇവൻ എന്തിനാണ് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരാണ് പറയുക. അത് സഹായം. ഓക്കെ, അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡിൽ ആ ഉമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാസിയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. ആ ഉമ്മയുടെ വിഷമം കൊണ്ടാണ് അതൊക്കെ സംസാരിക്കുന്നത്. ആ ഉമ്മ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഉമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. എത്ര പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ആ ഉമ്മ പറയുന്നതൊക്കെ ശരിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേയും കൂടി കാലഘട്ടം കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ മനുഷ്യരും അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം. പക്ഷെ അതിനു മുമ്പ് പല ആൾക്കാർക്കും ഇതൊക്കെ തെറ്റായിട്ടേ തോന്നത്തുള്ളൂ.
നമുക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നുന്നതിൽ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എസ്പെഷ്യലി ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്വന്തം മോൻ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ജീവിക്കണം എന്നായിരിക്കും ഏതൊരു ഉമ്മയും അല്ലെങ്കിൽ ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. അതിന് പകരം സ്വന്തം മോൻ ഒരു ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കുന്നു, ട്രാൻസ്ജെൻഡറിനെ പ്രണയിക്കുന്നു, അവരുടെ ഒപ്പം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഉമ്മ ഇവിടെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജാസി എന്ന് പറയുന്ന വ്യക്തി ആശയെ പിടിച്ചു വെച്ചേക്കാണ്, ഭീഷണിപ്പെടുത്തി പിടിച്ചു വെച്ചേക്കാണ്. അവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹമോ അങ്ങനത്തെ വികാരങ്ങളോ ഒന്നുമില്ല, ട്രാപ്പിലാക്കി വെച്ചേക്കാണെന്നാണ് ഉമ്മ പറയുന്നത്. കൂടോത്രം ചെയ്തും പൂജകൾ ചെയ്തും മന്ത്രവാദമൊക്കെ ചെയ്തും ആശയെ ട്രാപ്പിലാക്കി വെച്ചേക്കാണ്. ആശി വീട്ടിലേക്ക് പോലും വിളിക്കുന്നില്ല, മെസ്സേജുകൾ പോലും അയക്കാറില്ല, 10 മാസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല, പൈസ അയക്കുന്നില്ല. ഇങ്ങനെ കുറേ കാരണങ്ങളും കുറേ ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഈ ആരോപണങ്ങൾക്കൊക്കെ എക്സ്പ്ലനേഷനുമായിട്ട് ജാസിയും ആശിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. പറയുന്നത് ആ വോയിസിൽ ഞാൻ വന്നിട്ട് 10 മാസമായി ഇതുവരായിട്ട് ഞാൻ നാട്ടിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസമായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തി ഒന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് 6 വർഷം ശേഷം നാട്ടിലേക്ക് പോരാൻ വരുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടിൽ. അതുപോലെ ഒരു ഗ്യാങ് മെമ്പേഴ്സ്, നല്ല മെമ്പേഴ്സ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായ് പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെ അല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ അപ്പോൾ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ കൊച്ചിയിലേക്ക് വന്നതാണ് ഒന്ന്. രണ്ടാമത് ജാസി എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെ എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിനെ എൻ്റെ കൂടെ നിന്ന് എല്ലാ അതുകൊണ്ട് എൻ്റെ മരിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായി എനിക്ക് ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവറായിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ വോയിസിൽ വളച്ചൊടിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പറ്റുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ അമ്മക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ എല്ലാം ഇട്ടിട്ട് എന്നാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതൊന്ന്. അതിനെ പിന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല. പിന്നെ രണ്ടാമത് അതിൽ പറയേണ്ട ക്യാഷ് ഞാൻ അയക്കുന്നില്ല കാര്യങ്ങൾ. ഒന്നാമത് ഫോൺ അടിച്ചെടുക്കില്ല. ഫോൺ ഞാൻ വിളിച്ചാൽ അമ്മ ഞാനാണ് ഫോൺ എടുക്കില്ല. പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ പൈസ ഞാൻ അയക്കില്ല. എൻ്റെ ഫസ്റ്റത്തേക്കാക അറിയാതെ നമുക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിന്റെ റെസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി. പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത് എനിക്ക് മാത്രമല്ല. അപ്പൊ ഈ പെരുന്നാളിന് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ ക്യാഷ് അയച്ചു, അതേപോലെ ആശയുടെ വീട്ടിലേക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ ഈ ഉമ്മ. ഓക്കെ, അപ്പൊ ഉമ്മ പറഞ്ഞ വോയിസില് ഉമ്മ മാത്രമല്ല ഒരുപാട് ആൾക്കാർ കമന്റ്സിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആശയെ സംസാരിക്കാൻ വിടുന്നില്ല ജാസി. ഓക്കെ, അപ്പൊ അതിന് പരിഹാരമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആശയാണ്. ആശയം കൊണ്ടാണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിപ്പിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ആശ പറയുന്ന ഒരു കാര്യം, എനിക്ക് വീഡിയോയിൽ സംസാരിക്കാനൊന്നും ഇഷ്ടമല്ല, അങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കാൻ ഫിയർ ഉണ്ട്, ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അതെനിക്ക് തോന്നുന്നത് സത്യമാണെന്ന്. കാരണം ആശി സംസാരിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആ ഒരു ലാംഗ്വേജിന്റെ ടോൺ കൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആശി പറയുന്നത് മനസ്സിലാക്കാൻ. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമാകുന്നില്ല. ഒരുമാതിരി കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷെ അത് ശരിയായിരിക്കും. മീഡിയയുടെ മുമ്പിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടും ആയിരിക്കാം ആശി സംസാരിക്കാത്തത്. പക്ഷെ എല്ലാവരും പറയുന്നത് ജാസി പിടിച്ചു വെച്ചേക്കാണ്, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഒട്ടും താല്പര്യമില്ലാതെയാണ് ആശി ഇരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആ ആരോപണങ്ങളോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ആശി എന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയല്ലേ. എത്ര ഭീഷണിപ്പെടുത്തി എത്ര പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആശിക്ക് അതിനകത്തുനിന്ന് മോചിപ്പിക്കപ്പെട്ട് പുറത്തേക്ക് വരാനുള്ള അവസരമുണ്ട്. ആശിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷനിൽ ഇരിക്കാൻ താല്പര്യമില്ല, അവിടെ നിന്ന് കഷ്ടപ്പാടാണ്, വിഷമമാണ്, ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ജാസിയുടെ കൂടെ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് വരാനുള്ള അവസരമുണ്ട്. എത്ര ഭീഷണിപ്പെടുത്തിയതാണ്, എത്ര പിടിച്ചു വെച്ചേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5 വയസ്സോ 10 വയസ്സോ ഉള്ള ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, മുതിർന്ന വ്യക്തിയാണ്. നല്ല അറിവും വിവരവും പഠിപ്പും എല്ലാം ഉള്ള മുതിർന്ന വ്യക്തിയാണ്. അപ്പം മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുറത്തു വരാം. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഇരിക്കുന്നതായിരിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം ജാസിയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. ജാസി പിടിച്ചു വെച്ചേക്കാണ് ആശയെ, അല്ലെങ്കിൽ ആശയെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് വന്ന് കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കമന്റ് അടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആശി തന്നെ പുറത്തേക്ക് വരാതെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.
അപ്പം ഏതായാലും ഇതിനകത്ത് അവർ പറയുന്നത് ഉമ്മയെ കാണാറുണ്ട്, ഉമ്മയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ ഉമ്മയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവിടേക്ക് പോകാത്തത്. ജാസിയെ വിട്ടിട്ട് ആ വീട്ടിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഉമ്മ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. എല്ലാവരും ജാസിയെ ഉപേക്ഷിക്കാൻ പറയുന്നത് കൊണ്ടാണ് വീട്ടുകാരുമായിട്ട് അധികം സംസാരത്തിന് പോകാത്തത് എന്നാണ് ആശി ഇവിടെ പറയുന്നത്. സത്യത്തിൽ ഈ ഫാമിലി ഡ്രാമ യൂട്യൂബിൽ കിടന്നങ്ങ് കളിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഇവരെ സമ്മതിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മയെ കുറ്റം പറയുന്നില്ല. മറ്റ് പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഇവിടെ ഉമ്മയെ കുറ്റം പറയുന്നില്ല. ജാസി ആയിക്കോട്ടെ, ആശി ആയിക്കോട്ടെ, ഉമ്മയെ കുറ്റം പറയുന്നില്ല, ഉമ്മയെ ചീത്ത പറയുന്നില്ല. ഉമ്മ അങ്ങനെ പറഞ്ഞത് ഉമ്മയുടെ കൺസേൺ കൊണ്ടാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഉമ്മയുടെ ഭാഗത്തെ ശരികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഉമ്മയെ മകൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതാണ് കാര്യം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഇതാണ് എന്ന് ആ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഉമ്മയുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ മാറും. അല്ലാതെ രണ്ടും രണ്ട് ചേരികളായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് സംസാരിച്ചുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം തീരത്തില്ല. ഇനി ഇത് പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട്, വിവാദമാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കൊണ്ടിട്ടതാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരുപക്ഷെ ഇത് ചർച്ചാ വിഷയമാകാനും ഇവരിങ്ങനെ തിളങ്ങി നിൽക്കാനും ഇവർക്ക് പബ്ലിസിറ്റി കിട്ടാനും ഇവർ വൈറലാകാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത്തരം ഒരു വിഷയം കൊണ്ടിട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനും സാധ്യതകൾ ഏറെയാണ്. കാരണം ബിഗ് ബോസ്, ഒരേ ഒരു കാരണമേ ഉള്ളൂ ബിഗ് ബോസ്. നിങ്ങൾ ആലോചിച്ചോളുക, ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റിന് മുമ്പ് അടുത്ത മാസം വിവാദങ്ങളുടെ പെരുമഴയായിരിക്കും. കാരണം ബിഗ് ബോസിലേക്ക് ഇവർക്കൊക്കെ സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ബിഗ് ബോസിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടാകും. ആ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി എന്തായാലും ബിഗ് ബോസിലേക്ക് ഉണ്ടാകും. രേണുസുതിയും അതിനു വേണ്ടിയിട്ടാണ് കിടന്ന് കളിക്കുന്നത്. വിവാദ നായിക പദവി ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ പദവിയിൽ 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവിടേക്ക് വളരെയധികം പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റും. അതിനുള്ള വിവാദങ്ങളാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല.